Welcome to Sai with another opportunity നൽകുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജി, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉത്തർപ്രദേശിലാണ് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് നൽകുന്നത്. സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്ക് നൽകുന്ന ഒരു വൈഡ് വെറൈറ്റി ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ട്രെയിനിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്കമിങ് ട്രെയിനിങ് അറ്റ് NIP എന്ന് പറഞ്ഞിട്ട്, എസ്പെഷ്യലി സയൻസ് സ്റ്റുഡൻസിന്, ലൈഫ് സയൻസ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ സയൻസ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ നൽകുന്നത്. ട്രെയിനിങ് പ്രോഗ്രാം നെയിംസും അതുപോലെ ഷെഡ്യൂൾ ആയിട്ട് ടൈം പീരീഡ്, നമ്പർ ഓഫ് സീറ്റ്സ്, ആർക്കൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക, അതുപോലെ ഫീ സ്ട്രക്ചർ, ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസിങ്, ദെൻ അതിൻ്റെ ഫീച്ചേഴ്സും ഗൈഡ് ലൈൻസും ആപ്ലിക്കേഷൻ ഫോം എല്ലാ ത്തിൻ്റെയും അതായത് സൈഡായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. സോ ചിലത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും, ചിലത് നമ്മൾ അയച്ചു കൊടുക്കേണ്ടി വരും. അതൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഒരു 2025 to 2026 അക്കാഡമിക് ഇയറിലുള്ള മെജോറിറ്റി ട്രെയിനിങ് പ്രോഗ്രാംസ് ഈ ഒരൊറ്റ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവർ നൽകുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽസ് നൽകുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ലിങ്ക് നിങ്ങൾ ഡെഫിനറ്റായിട്ട് നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ ഒരു പെയ്ഡ് നമ്മൾ അങ്ങോട്ട് പേ ചെയ്തിട്ടുള്ള ഒരു ഫീ കൊടുത്തിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ കൂടെ, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിൽ കൂടെ, സോ ഒരു മെജോറിറ്റി സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സയൻസിൻ്റെ, എസ്പെഷ്യലി ബയോളജിക്കൽ സയൻസിൻ്റെ സ്റ്റുഡൻസിന് അറിയേണ്ടതായിട്ടുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിമെൻസും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകുന്നുണ്ട്. സോ നിങ്ങൾക്കിവിടെ ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഏതാണ്ട് 14 ടോപ്പിക്സ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ട്രെയിനിങ് പ്രോഗ്രാം നെയിം സമ്മർ ട്രെയിനിങ് പ്രോഗ്രാം 2025 ഉണ്ട്. എസ്പെഷ്യലി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, ഫാർമസി, മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ അതിനായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് സമ്മർ ട്രെയിനിങ് പ്രോഗ്രാമാണ് ആക്ച്വലി. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു MSc, BSc, BTech, MTech, M-Pharma പോലുള്ള ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈവൻ ദോ നിങ്ങൾ കംപ്ലീറ്റഡ് ആണ്, ഗ്രാജുവേറ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യണം. സോ ഓൾറെഡി ഞാൻ ആ വെബ്സൈറ്റിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ക്ലിക്ക് ഹിയറിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ സമ്മർ ട്രെയിനിങ് പ്രോഗ്രാം 2025 ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ഒരു നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെ ആയിരിക്കും കിട്ടുക. സോ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15th May ആണ്. ഓൾറെഡി 15th April സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 15th May വരെയാണ് 2025 ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൺസിഡർ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഓൺലി ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ റിസീവ് ദ ഇൻഫർമേഷൻ ത്രൂ ഇമെയിൽ എന്നും പറയുന്നുണ്ട്. സോ അതിൻ്റെ GSTയും അതുപോലെ ഫീ പേയ്മെൻറ്റും ഡെപ്പോസിഷനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്, സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിന് 2360 റുപ്പീസാണ് വരുന്നത്. അതായത് ഒരു 2000 ചില്ലറ രൂപയാണ് ഈ ഒരു സമ്മർ ട്രെയിനിങ്ങിന് മാത്രം വാങ്ങുന്നത്. സോ അതിന് അക്കോമഡേഷനും കാര്യങ്ങളൊന്നും വരുന്നതല്ല. സോ അതിന് ഷെയറിംഗ് ആയിട്ടുള്ള നമ്മൾ പേ ചെയ്തിട്ടുള്ള അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കേണ്ടി വരാം. അതുപോലെ ഡ്യൂറേഷൻ ആൻഡ് അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർ പറയുന്നുണ്ട്. 80% മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോഗ്രാമിന് വേണം. അതായത് നിങ്ങൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അറ്റൻഡൻസ് കാര്യങ്ങളെല്ലാം മാൻഡേറ്ററി ആണെന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സെൽ കൾച്ചർ ബേസ്ഡ് ടെക്നിക് ബേസ് ഫോർ ഇവാലുവേഷൻ ഓഫ് ദ ബയോളജിക്കൽ ആൻഡ് വാക്സിൻസ് ആണ്. സോ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. സ്റ്റുഡൻസ്, ഫാക്കൽറ്റീസ്, ഇൻഡസ്ട്രിയൽ പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അറൗണ്ട് ഒരു 6000 റുപ്പീസാണ് ഇതിൻ്റെ ഒരു ഫീ ആയിട്ട് വരുന്നത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. May, June, July, അറൗണ്ട് ഒരു February 2026 അടുത്ത വർഷത്തെ ഫെബ്രുവരി മാസം വരെയുള്ള ഇൻറ്റേൺഷിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഏതൊക്കെ പ്രോഗ്രാമാണ്, ട്രെയിനിങ് ആണ് ഇവർ നൽകുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, കാരണം വീഡിയോ ലെങ്ത് കൂടും. സോ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സോ തേർഡ്, ഫണ്ടമെന്റൽസ് ഓഫ് ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഷോർട്ട് ടേം ട്രെയിനിങ് കോഴ്സ് ഓൺ RT-PCR ഇൻക്ലൂഡിങ് RNA എക്സ്ട്രാക്ഷൻ ആണ്. അതുപോലുള്ള ഒരു ഷോർട്ട് ടേം ട്രെയിനിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതിനായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നോക്കുക. അപ്ലൈ ചെയ്യാൻ ലിങ്ക് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റായിട്ട് നിങ്ങളിവിടെ ഏതൊക്കെ കോഴ്സസ് ആണ് നോക്കുക, അതിനനുസരിച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് അവർ കവർ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ദെൻ ഫിഫ്ത്ത് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ബ്ലഡ് പ്രോഡക്റ്റ് യൂസിങ് അറ്റോമിക് അബ്സോർപ്ഷൻസ് സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നുണ്ട്.
ദെൻ 6th ടോപ്പിക്കിന് എത്തിക്കൽ യൂസ് ആൻഡ് കെയർ ഓഫ് ദ ലബോറട്ടറി ആനിമൽസ് ഇൻ റിസർച്ച് ആൻഡ് റെഗുലേറ്ററി ടെസ്റ്റിംഗ്. സോ ആനിമൽസിനെ ഇൻ ഹാൻഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനുള്ള എക്സ്പീരിയൻസ് വേണ്ടി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ദെൻ 7th ടോപ്പിക് നോക്കുകയാണെങ്കിൽ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ മെത്തേഡ് വാലിഡേഷൻ ബേസിസ് ആണ്. മെത്തേഡ് വാലിഡേഷൻ ബേസിസിനുള്ള ഒരു ട്രെയിനിങ് ഉണ്ടാവുന്നതായിരിക്കും. ദെൻ ക്രയോ പ്രിസർവേഷൻ ഓഫ് ദ RBCs ഫോർ പാനൽ പ്രിപ്പറേഷൻ യൂസ്ഡ് ഇൻ QC ഇവാലുവേഷൻ ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് റിയേജൻസ് ആൻഡ് ബ്ലഡ് ഗ്രൂപ്പിംഗ് IVDs എന്ന് പറയുന്നുണ്ട്. സോ അതും എല്ലാം ഇൻ ഹാൻഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ഓഫ് ദി ഇമ്മ്യൂണോ ഡയഗ്നോസ്റ്റിക് കിറ്റ്സ് ലഭിക്കുന്നുണ്ട്. ദെൻ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. ദെൻ ബേസിക്സ് ഓഫ് ദ സെൽ കൾച്ചർ ആൻഡ് ബയോ അസേസിനുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ദെൻ അപ്ലിക്കേഷൻ ഓഫ് ദ റിവേഴ്സ് ഫേസ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി HPLC ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ആൻഡ് പൊട്ടൻസി ടെസ്റ്റിംഗ് ഓഫ് ദ ഹ്യൂമൻ ഇൻസുലിൻ ആ ഒരു ട്രെയിനിങ് ഉണ്ട്. ദെൻ ബാക്ടീരിയൽ എൻഡോടോക്സിൻ ടെസ്റ്റിംഗ് ഉണ്ട്. ഈവൻ ദോ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിന് ശേഷം വേറെ പ്രോഗ്രാം സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് പേയ്മെൻറ്റും കാര്യങ്ങളും ചേഞ്ച് ഉണ്ടാവുമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ ആർക്കൊക്കെയാണ് എലിജിബിൾ, എത്ര സീറ്റ് ഉണ്ട്, കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോഴും നമ്മൾ മെയിൽ ശ്രദ്ധിച്ചിട്ട് മാത്രം കൊടുക്കുക. കാരണം മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിലായിരിക്കും ഈ ഒരു ഇൻഫോർമേഷൻസ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരിക. സോ അതുകൊണ്ട് മെയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം കൊടുക്കുക. എത്തിക്കൽ യൂസ് ആൻഡ് ദ കെയർ ലബോറട്ടറി ആനിമൽസ് ഇൻ റിസർച്ച് ആൻഡ് റെഗുലേറ്ററി ടെസ്റ്റിംഗ്. ദെൻ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ദ ബ്ലഡ് പ്രോഡക്റ്റ് യൂസിങ് കോയാഗുലേഷൻ അനലൈസർ CA. സ്പെഷ്യൽ റെഫറൻസസ് ടു ഹ്യൂമൻ കോയാഗുലേഷൻ ഫാക്ടർ. ദെൻ പൊട്ടൻസി അസേ ഒക്കെയാണ് ഇവിടെ നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇതിൽ എത്ര സീറ്റാന്ന് ചില പ്രോഗ്രാമിൽ എത്ര സീറ്റാന്ന് പറയുന്നുണ്ട്, ചില പ്രോഗ്രാമിൽ പറയുന്നില്ല. അതുപോലെ ഫീസ് കാര്യങ്ങൾ എത്രയെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. സോ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും തന്നിട്ടുണ്ട്. സോ ഓരോന്നിനും ഓരോരോ ഒരു ഇത് തന്നിട്ടുണ്ട്, ഗൈഡ് ലൈൻസ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇതുപോലെ ടോപ്പിക്സിൽ ഇൻ ഹാൻഡ് ലഭിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഇൻഫോർമേഷൻസ് മറ്റുള്ള സ്റ്റുഡൻസിനോട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഫ്രണ്ട്സിനോട് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ഓൺ ചെയ്യുക. സോ അപ്കമിങ് ആയിട്ടുള്ള ട്രെയിനിങ് അറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽസിലാണ്. സോ ഇതുപോലൊരു ട്രെയിനിങ് പ്രോഗ്രാം ത്രൂ ഔട്ട് ഇയർ ആണ് നടക്കുന്നത്. സോ നിങ്ങൾക്കൊരു പ്രോഗ്രാം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പ്രോഗ്രാമിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതും ആണ്. സോ അനുസരിച്ച് ഡിപ്പെൻസ് ഫീസ് മാത്രമാണ് വരുന്നത്. സോ ഒരു സ്റ്റൈപ്പിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതല്ല. സോ അക്കോമഡേഷൻ്റെ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നോടുന്നുള്ള ഒരു ഇൻഫോർമേഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽസിൻ്റെ. സോ ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.